നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 4th സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ 1C മൊഡ്യൂൾ ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അരിത്തമെറ്റിക് മീൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അരിത്തമെറ്റിക് മീനിൻ്റെ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലെ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ എക്സ്ക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി ഇൻക്ലൂസീവ് ടൈപ്പ്, അപ്പോൾ എക്സ്ക്ലൂസീവ് ടൈപ്പ് ഏതാണ്, ഇൻക്ലൂസീവ് ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് ഇല്ലുസ്ട്രേഷൻ 6. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇൻക്ലൂസീവ് ടൈപ്പ് എന്ന് നോക്കാം. അപ്പം ഇൻക്ലൂസീവ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസമുണ്ട് അല്ലേ. കണ്ടോ, ഈ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 9 ആണ്, എന്നാൽ തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 ആണ്. ഇത് തമ്മിൽ എന്തില്ല, റിലേഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ തന്നെ 19, 20, ഇനി അടുത്ത് വരുവാണെങ്കിൽ 29, ഇവിടെ എന്ത് വരും, 30 to 39 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് ഇൻക്ലൂസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസീവ് ടൈപ്പിൻ്റെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇൻക്ലൂസീവ് ടൈപ്പ് വരുന്ന ഒരു പ്രോബ്ലം നമുക്കിനി ചെയ്യാം. അപ്പം നമ്മളിവിടെ ഇൻക്ലൂസീവ് ടൈപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 6 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻകം, നമ്പർ ഓഫ് പേഴ്സൺസ്. അപ്പോൾ ഇത് ഇൻക്ലൂസീവ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ക്ലാസ് നോക്കിയാൽ മാത്രം മതി. ഇവിടെ അപ്പർ ലിമിറ്റ് 9 ആണ്, ഇവിടുത്തെ ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, 0 + 9 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, 4.5. അടുത്ത വരുമ്പം 10 + 19 ഡിവൈഡ് ബൈ 2 എത്ര വരും, 14.5. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കണ്ടുപിടിക്കുക എളുപ്പമാണ്. അതായത് ഈ 2 ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. എത്രയാണ് ഡിഫറൻസ്, 10 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 10 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പം 14.5 കൂടെ 10 ആഡ് ചെയ്യുമ്പം 24.5, ദെൻ 34.5, ദെൻ 44.5, 54.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് അല്ലെങ്കിൽ മിഡ് വാല്യൂ കിട്ടി. അതിനുശേഷം നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി. എത്രയൊക്കെയാണ്, 8, 12, 20, 30, 25, 5. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഈ എഫും എക്സും. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇൻക്ലൂസീവ് ആയാലും എക്സ്ക്ലൂസീവ് ആയാലും നമ്മുടെ ഇക്വേഷൻ എന്താണ്, സിഗ്മ Fx/n എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പ്രകാരം നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, Fx കണ്ടുപിടിക്കണം. Fx കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ പോയിന്റ് ഇല്ലാതെ തമ്മിൽ ഗുണിച്ചതിന് ശേഷം നമ്മൾ ആൻസറിനകത്ത് എന്ത് ചെയ്താൽ മതി, പോയിന്റ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ 36.0, അതായത് പോയിന്റ് ഇല്ലാതെ ഗുണിക്കുമ്പോൾ നമുക്ക് 45നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 360 വരും. 360നകത്ത് ഇവിടെ എത്ര പ്ലേസ് മാറ്റിയാൽ, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുമ്പോൾ എത്ര വരും, 36.0 എന്ന് വരും. 36 എന്ന് എഴുതിയാലും തെറ്റില്ല. ദെൻ അതിനുശേഷം വരുന്നത് 174.0 അല്ലെങ്കിൽ 174, ദെൻ 490, അടുത്തത് 1035, 1112.5, ദെൻ അടുത്തത് 272.5. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എഫ് ടോട്ടൽ ചെയ്യുക, എഫ് എക്സും ടോട്ടൽ ചെയ്യുക. അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും, 3120 വരും. പിന്നെ ഇവിടെ എഫിൻ്റെ ടോട്ടൽ എത്ര വരും, 100 വരും. എഫിൻ്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം മീൻ = എന്താണ്, സിഗ്മ Fx/n എന്നുള്ളതാണ്. ഇവിടെ സിഗ്മ Fx എന്ന് പറയുമ്പോൾ എത്ര വരും, 3120 ഡിവൈഡഡ് ബൈ 100. അപ്പം എങ്ങനെ വരും, ഈ 2 0 തമ്മിൽ പോകും, പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഇവിടെ 31.2 എന്ന് വരും. കാരണം 312നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം എങ്ങനെ വരും, 31.2. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻക്ലൂസീവ് ടൈപ്പ്. അപ്പം
ഈ ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും കണ്ടിന്യൂസ് സീരീസ് ആയാലും ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ സെയിം ഇക്വേഷനാണ്. നമ്മൾ ഈ കണ്ടിന്യൂസ് സീരീസിനെ എന്താക്കുക, ഡിസ്ക്രീറ്റ് സീരീസ് ആക്കി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇൻക്ലൂസീവ് ടൈപ്പ്. അപ്പോൾ നമ്മൾ പോയിന്റ് വരുന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ് കൂടെ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മാത്രം മതി. ഇത്രയാണ് ഇൻക്ലൂസീവ് ടൈപ്പ്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് കഴിഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഇക്വേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഡിസ്ക്രീറ്റ് സീരീസിന്റെ സെയിം ഇക്വേഷനാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.